मेहता का उल्टा चश्मा। ഗോകുൽധാം ടീം നമസ്കാരം. ഞാൻ ഷോം ഷാട്ട്, ഒരു ഗലാറ്റോ സ്പേസ് പ്രോഗ്രാമിന്റെ ഓണർ. ഷോം ഷാട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ടൊരു താങ്ക് യു പറയുന്നു. ഗോകുൽധാം ഫാമിലി സൂപ്പർ ഫാമിലി ആണല്ലോ നിങ്ങളാ. അപ്പൊ നമ്മുടെ സ്പേസ് ടൂറിസം പ്രോഗ്രാം നമുക്ക് ഇപ്പൊ തന്നെ ഉദ്ഘാടനം ചെയ്തേക്കാം. നിങ്ങളെല്ലാം ലോകത്തിന് വേണ്ടി അടിപൊളി കാര്യങ്ങളാ ചെയ്തോണ്ടിരിക്കുന്നത്. അടിപൊളി അടിപൊളി. വരൂ വരൂ, നിങ്ങൾ എല്ലാവരും ഇപ്പോ ഗാലക്ടോ പ്ലാനറ്റിലേക്ക് പോകാൻ പോവുകയാ. കൊള്ളാം, കലക്കി. ഈ സ്പേസ് ടൂറിസം ലോകത്തെ തന്നെ മാറ്റിമറിക്കും. ഹൈ, ഞങ്ങളുടെ സൊസൈറ്റിയെ സെലക്ട് ചെയ്യാൻ കാണിച്ച മനസ്സിന് വളരെ താങ്ക്സ്. നോ മെൻഷൻ നമ്പൂതിരി. ഇത് സന്തോഷിക്കേണ്ട സമയല്ലേ മലരേ. എന്റെ ലോകം തകടം പറഞ്ഞു. എന്റെ പൊന്നോ, ഇവിടെ പൂരപ്പുറമ്പാക്കുമല്ലോ നിങ്ങൾ എല്ലാരും കൂടെ. അമ്മയൊന്ന് നിൽക്ക്. എന്റെ ദേ, ഇവിടെ കൊട്ടും കലാശമായി പോയല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്താലേ സ്പേസ് ക്രാഫ്റ്റ് തകരാറിലായി പോവും. മൊത്തത്തിൽ പ്രശ്നമായി തീരും. സൂക്ഷിക്കണം. സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്യണം. ഒന്ന് പെട്ടെന്നാവട്ടെ. ആ ചെല്ല് ചെല്ല്. നിങ്ങളുടെ യാത്ര ശുഭയാത്രയാവട്ടെ. ഞാൻ പറയണത് എല്ലാരും ഇവിടെ ശ്രദ്ധിക്കുക. ക്യാബിനിൽ നിങ്ങളുടെ ഹെൽമെറ്റ് ഊരാവുന്നതാണ്. നമ്മളിപ്പോ ടേക്ക് ഓഫിന് തയ്യാറാണ്. അതുകൊണ്ട് എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഇടുക. ഇനി ആരും സംസാരിക്കാൻ പാടില്ല. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നോളുക. ടേക്ക് ഓഫ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത 15 സെക്കൻഡിനുള്ളിൽ നമ്മൾ എല്ലാവരും മുകളിലേക്ക് പറക്കും. ചേട്ടാ, ഇത് അവസാനത്തെ പീസാ. കഴിക്കുന്നോ? ഹായ് പേട. ഗോകുൽധാം സൊസൈറ്റിയിലെ എല്ലാവരും എന്റെ വലയിൽ കുടുങ്ങിപ്പോയി. ഗോകുൽധാം സൊസൈറ്റി മെമ്പേഴ്സ്, ഗുഡ് ബൈ കൂട്ടുകാരെ. നിങ്ങൾ എല്ലാവരും ജീവനോടെ തിരിച്ചു വന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് പാർട്ടി ആഘോഷിക്കാം. അയ്യോ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. ശരി, അടിപൊളിയായി ലോഞ്ചിൽ എല്ലാവരും തയ്യാറാവും. വേഗം ഉടൻ തന്നെ ലോഞ്ച് ചെയ്യ. 5, 4, 3, 2, 1, launch. For Gokuldam! Hey, hey! Hooray!
ടേക്ക് ഓഫ് സമയത്ത് ഒരുപാട് എനർജി വേസ്റ്റ് ആയി. എനിക്കിപ്പോ ശരിക്കും വിശക്കുന്നു. എടാ ഗോലി, നീ ഇപ്പോ സ്പേസ് ക്രാഫ്റ്റിലാ, അല്ലാതെ നീ നിന്റെ വീട്ടിലല്ല, മനസ്സിലായോ? എന്ത് ബർഗർ പറന്നു വരുന്നോ? വേണ്ട ചേട്ടാങ്കിൾ. ഹൈ, നിങ്ങൾ എല്ലാവരും ആ മുകളിൽ എന്താ ചെയ്യണത്? സ്പേസ് ക്രാഫ്റ്റ് ക്രാഷ് ആയി പോകും. ആച്ചാ. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് അവിടെ തന്നെ ഇരിക്കുക. ടർബുലൻസ് എത്താൻ പോവാണ്. നമ്പുരേട്ടാ, നമുക്കെല്ലാവർക്കും കൂടി ആരതി ഒഴിഞ്ഞ ദർബൂസേട്ടനെ സ്വാഗതം ചെയ്താലെന്താ? അത് ടെർബൂസങ്ങളല്ല, ടെർബുലൻസ്. ഓ, അത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത്. ഇതിപ്പോ എവിടുന്നായി വന്നത്? എനിക്ക് ശ്വാസം മുട്ടുന്നു. ചേട്ടാ, ഓ നോ. എത്രയും പെട്ടെന്ന് ആ ഡോർ അങ്ങോട്ട് അടയ്ക്കുക. എയർ സക്ഷൻ കാരണം എല്ലാവരും പുറത്തേക്ക് പറന്നു പോകും. ജാഗ്രത. എത്രയും പെട്ടെന്ന് ആനപ്പനെ അകത്തേക്ക് ഇറക്കുക. ഗ്രാവിറ്റി ഇപ്പൊ നോർമൽ ആയിരിക്കണു. എല്ലാം പ്രശ്നമായി. അയ്യോ, ഭയങ്കര പ്രശ്നമാ. എന്റെ മുത്തപ്പ, ഈ സ്പേസ് ക്രാഫ്റ്റ് ക്രാഷ് ആയാൽ എന്റെ കാര്യം തന്നെ ക്രാഷ് ആയി പോകും. ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. അതെന്തോ ഒരു ശബ്ദം. ഇപ്പൊ എന്താ ചെയ്യാന്നൊരു പിടിയും കിട്ടണല്ലോ. ഓട്ടോ പൈലറ്റ് ഓൺ. എന്നെ എത്രയും പെട്ടെന്ന് അകത്തേക്ക് വലിക്ക്. ഇതിലെന്തോ മാൽ ഫംഗ്ഷൻ സംഭവിച്ചു എന്നാ തോന്നണത്. വളരെ സ്മാർട്ട്, വളരെ വളരെ ഇന്റലിജന്റ്, എന്റെ സ്പെഷ്യൽ റോബോട്ട് സ്പോട്ടി. താങ്ക് യു ബോസ്, താങ്ക് യു സോ മച്ച്. സ്പോട്ടി റോബോട്ടിന് ഗലാറ്റിയെ കുറിച്ച് എല്ലാം അറിയാം. ഇനി ഇവൻ നിങ്ങളെ സഹായിക്കും. സ്പോട്ടി വളരെ സ്മാർട്ടിയാണ്. സ്പോട്ടി, ഫോളോ മീ. ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വരില്ല, നീയാണ് എന്നെ ഫോളോ ചെയ്ത് വരേണ്ടത്. കാരണം സ്പോട്ടിയാണ് സ്മാർട്ടി. സ്മാർട്ടി സ്മാർട്ടി.
അത് കൊള്ളാലോ. ഈ റോബോട്ട് വളരെ ഇന്റലിജന്റാ. കാരണം ഈ റോബോട്ട് തന്നെ പോലെ തന്നെയാണ്. താങ്ക് യു. അയ്യോ എന്റെ പൊന്ന് ചേട്ടാ. എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി ഇവിടുന്ന് ഗാലക്ടോയിൽ എത്തിച്ചേരാൻ 7 ദിവസം പിടിക്കും. റൈറ്റ് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഏതെങ്കിലും ഷോർട്ട് കട്ടിലൂടെ പോകാൻ പറ്റില്ലേ? വാട്ട് ആൻ ഐഡിയ ഗോക്കി. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ചില സമയത്ത് സ്പേസില് വോം ഹോൾ ഉണ്ടാവും. വോം ഹോൾ എന്ന് വെച്ചാല്? വോം ഹോൾ ഒരു തരം ഷോർട്ട് കട്ടാണ്. അത് നമ്മളെ ഈ ഗാലക്സിന്ന് മറ്റൊരു ഗാലക്സിയിലേക്ക് കൊണ്ടെത്തിക്കും. ഹൈ കറക്റ്റ് ആയിട്ടപ്പോ എനിക്കൊരു വോം ഹോളിന്റെ ഷോർട്ട് കട്ട് വളരെ നന്നായിട്ട് അറിയാം. അതിലേ പോയ 7 ദിവസത്തിന് പകരം നമുക്ക് 60 സെക്കൻഡ് കൊണ്ട് അവിടെ എത്താൻ പറ്റും. പക്ഷെ അത് വളരെ ഡേഞ്ചറസ് ആണ്. സ്കോട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഈ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ഇപ്പൊ ഞാനാ. എന്റെ തീരുമാനം ഇതാണ്, നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്ത് എന്നിട്ട് വോം ഹാളിൽ കൂടി പോവാം. ഇല്ല, റൈറ്റ് കട്ട് ചെയ്യേ. അങ്ങനല്ല, ലെഫ്റ്റ് അല്ല, റൈറ്റ്. അയ്യോ എന്താ ഈ കാണിച്ചേ? നമ്മളിപ്പോ ബോംബ് ഹോളിന്റെ അകത്ത് ചെന്നു എന്നാ തോന്നുന്നത്. ടപ്പു, വോം ഹോളിൽ നിന്ന് പുറത്തു വന്നതും 0 ഗ്രാവിറ്റി തിരിച്ചു വന്നല്ലോ. അതെ സോനു. നമ്മളിപ്പോ ഗാലക്ടോ പ്ലാനറ്റിൽ ലാൻഡ് ചെയ്തെന്ന് തോന്നുന്നു. നമുക്കിപ്പോ പുറത്തേക്ക് പോവാലോ അല്ലേ? ഇവിടെ ഞാനാണ് സ്പോട്ടിയേക്കാൾ സീനിയർ. ആദ്യം തന്നെ എല്ലാവരും ഹെൽമെറ്റ് ധരിക്കണം. അതിനുശേഷം ഞാൻ ഡോർ ഓപ്പൺ ചെയ്യും. നിങ്ങൾ ഓൾറെഡി ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞു. ഓ, ഈ സ്ഥലം എത്ര അടിപൊളിയാ. നിൽക്ക്. ആദ്യം ഗാലക്ടോ പ്ലാനറ്റിൽ കാല് കുത്താൻ പോകുന്നത് നമ്മുടെ മുത്തശ്ശൻ. ഞാനത് ഒട്ടും ആലോചിച്ചില്ലായിരുന്നു. ഇവിടുത്തെ ഈ ഫ്ലോർ ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ ബൗൺസ് ചെയ്യുന്നു. അച്ഛാ ഞാനിതാ വരുന്നച്ചാ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. കൊരങ്ങ, ഞാൻ വേദന എടുത്തിട്ട് വിളിച്ചതാ, അല്ലാണ്ട് നിന്നെ വിളിച്ചതല്ല. അത് പിന്നെ ഞാൻ വിചാരിച്ചു അച്ഛൻ എന്നോട് താഴത്തേക്ക് വരാൻ പറഞ്ഞതാണെന്ന്. അച്ഛാ ക്ഷമിക്കണം അച്ഛാ. നിങ്ങളൊക്കെ നോക്കി കണ്ടു ഉറങ്ങണം. ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ സ്പ്രിംഗാക്ഷം പോലെ. എത്ര ബ്യൂട്ടിഫുൾ പ്ലാനറ്റ് ഇത്. ഗ്ലോയിങ് മൗണ്ടനോ?
അസലായിരിക്കണു. ഇവിടെ നമ്മുടെ ഭൂമിയിലുള്ളതുപോലെ ഓക്സിജൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽമെറ്റ് ഓപ്പൺ ചെയ്യാം. വരൂ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ദൈവമേ, ഈ പൂവിന് എന്തൊരു ഭംഗിയാ. ഈ ഗോലി എന്റെ ലോകം തകിടം മറിച്ച് കുഴിക്കകത്ത് വീണു പോയെന്നാ തോന്നുന്നേ. അവനെ രക്ഷിക്കണേ. ഞാനിപ്പോ ഈ കുഴിയിലേക്ക് വീണു പോകുവേ. രക്ഷിക്കണേ. ഞാൻ രക്ഷപ്പെട്ടു. അത് മൈക്കിളല്ല, മിറാക്കിൾ. അത് മിറാക്കിളല്ല, അത് ഐസിന്റെ തിൻ ലെയറാണ്. എന്തായാലും പോപ്പർലാൽ ഇപ്പൊ സേഫാ. അപ്പൊ നമുക്കിനി ഇവിടെ ഒരു ടെന്റ് അടിക്കാനുള്ള പരിപാടി നോക്കാം. ഇതാണ് എന്റെ അവസാനത്തെ അസ്ത്രം. അതെന്താ ഒരു ശബ്ദം? ഈ തറ എന്താ പെട്ടെന്ന് തകർന്നു പോയത്? ആരെങ്കിലും രക്ഷിക്കേ. ഭൂകമ്പം കാരണം എല്ലാ സ്ഥലത്തും ക്രാക്ക് വീണ് കിടക്കാം. സ്കോട്ടി ബ്രദർ, എനിക്ക് തോന്നുന്നത് വീണ്ടും ഒരു എർത്തുകേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് സേഫായി ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറണമെന്നാ. ഇവിടെ അടുത്തൊരു ഡെസേർട്ട് ഉണ്ട്, അവിടെ സേഫ് ആണ്. എന്നാ പിന്നെ സ്പേസ്ഷിപ്പിലും കയറി പോയേക്കാം. എടോ സോണി, ഇത് സ്പേസ്ഷിപ്പാ, അല്ലാണ്ട് താൻ ഓടിക്കുന്ന ജീപ്പല്ല. ഇനിയിപ്പോ എങ്ങനെയാ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? നോ ഫിയർ, വെൻ ടപ്പു ഈസ് ഹിയർ. ടപ്പു, എന്താ ഇതൊക്കെ? അയ്യരങ്ങളെ, ഡോക്ലാങ്കലിനോട് പറഞ്ഞ ഡ്രോൺസ് റെഡിയാക്കിയതാ. ഇത് ഞാൻ വിസിലടിച്ചാ മാത്രമേ ആക്ടിവേറ്റ് ആവൂ. വരൂ പോകാം. ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞോ? Thank you, Spotty. ഇതെന്താ പറ്റി? ആ ഡ്രോണ് ക്രാഷ് ആയി പോയല്ലോ. ഇനിയിപ്പോ ഒരു ഡ്രോണേ ബാക്കിയുള്ളൂ. Don't worry, Dr. Hathe. ഞാനിവിടെ ഉള്ളപ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനാണ് സ്പോട്ട്. സ്പോട്ട് വളരെ സ്മാർട്ടിയാണ്. എടോ പോപ്പറ്റിലാലേ, നമുക്ക് ഒരുമിച്ച് ഇതുപോലെ അങ്ങ് പോയാലോ? ഒന്നിച്ചു പോകാം, പക്ഷേ അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ നമ്മൾ ഒരുമിച്ച് പോകുന്നേ? എത്ര നല്ല സ്ഥല സെലക്ട് ചെയ്തിരിക്കുന്നേ. ഈ അയ്യരുടെ അസിസ്റ്റന്റ് പോലും വളരെ ജീനിയസ് ആണെന്നാ എനിക്ക് തോന്നുന്നേ. അയ്യോ, ഇതെന്താ പറ്റിയത്? അയ്യോ, ഇതെന്താ താഴേക്ക് പോന്ന്?
പോപ്പിട്ടാലേ നമ്മൾ സൂക്ഷിക്കണം. നമ്മളിപ്പോ താഴേക്ക് പോകുന്ന തോന്നുന്നേ. അല്ല, ഇത് ഏത് തരം പ്ലാനറ്റാ? ചില സ്ഥലത്ത് ഒരുപാട് ഗ്രാവിറ്റി ഉണ്ട്, മറ്റു ചില സ്ഥലത്ത് ഒന്നുമില്ല. ഡോണ്ട് വറി, സ്പോട്ട് ഇവരെ സഹായിക്കും. ആശിഷല്ല, OSS എന്ന് വെച്ചാൽ മരുഭൂമിയില് പച്ചനിറ മരങ്ങൾക്കിടയിൽ വെള്ളമുള്ള തടാകം. നമ്മുടെ കൈവശം സമയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സാവധാനം ഇവിടുന്ന് ഇറങ്ങിപ്പോയിരുന്നു. തീർച്ചയായും അമ്മേ പോവാലോ. പക്ഷെ പ്ലേറ്റ് എവിടെ നിന്ന് കിട്ടും? അപ്പൊ നമ്മുടെ ടീമിന് ഇനി ഒരുപാട് പ്ലേറ്റ്സ് ആവശ്യമുണ്ട്. പ്ലേറ്റോട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാ സ്പോട്ടിക്ക് നിസ്സാരാ. സൂപ്പർ ഐഡിയ ആണ് അയ്യരങ്ങളെ. ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ. ഞാൻ റോബോട്ടാണ്, അല്ലാതെ തീവണ്ടി അല്ല. സ്മാർട്ടി, നീ സ്മാർട്ട് റോബോട്ട് അല്ലേ? സ്മാർട്ട് റോബോട്ട് എല്ലാവരെയും സഹായിക്കും. You are right, Tappo. Transformation activated. വന്നോളാ, ലെറ്റ്സ് ഗോ. പെട്ടെന്നെന്താ പറ്റിയത്? ചേട്ടാ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല ബബിതേ, എനിക്കൊന്നും പറ്റിയില്ല. ഞാനൊരു സ്റ്റണ്ട് ചെയ്തതല്ലേ. കേട്ടല്ലേ, കള്ളം പറയണ്ട. അത് പിന്നെ ബബിതേ, ഞാനിത് ദുബായിലും ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ ചാമ്പ്യനാണ്, ന്യൂക്രിയസില്. എടോ അയ്യരെ, താൻ വരുന്നുണ്ടോ റേസിന്? ഓട്ട് തുന്നം പാടാൻ താൻ തയ്യാറായിട്ടിരുന്നോളൂ. ഞാനും വരുന്നു. എന്താ ദയ്യ ഇത്? അയ്യോ എന്റെ ദൈവമേ, അയ്യോ. അമ്മേ റെഡി? എന്റെ ദൈവമേ, ഇതെങ്ങനെയാ ഞാൻ നിർത്തുന്നത്? ആ പ്ലാനറ്റിൽ നിന്ന് വെള്ളം കിട്ടി. യൂറേക്ക!
ഞാൻ സ്പേസിലേക്ക് ഇവരെ പറഞ്ഞയച്ചു വളരെ നന്നായി. ഞാൻ ഈ വീഡിയോ മുഴുവൻ എവിഡൻസ് ആക്കും യൂറേക്ക. വൗ, നമ്മുടെ വീട് പോലെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ആ ശരിയാ. സോറി ബാബി, സോറി. എടാ കൊരങ്ങാ, എണീക്കടാ, എണീക്ക്. നമ്മൾ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് മൊബൈലുകാർ ഇങ്ങ് എത്തിന്നാ തോന്നുന്നേ. ഘട ഇലക്ട്രോണിക്സിന്റെ ഒരു ബ്രാഞ്ച് നമുക്ക് ഇവിടെ തുടങ്ങിയാലോ അച്ഛാ? പിന്നെന്താ, നീ അതും സ്വപ്നം കണ്ടോണ്ട് അവിടെ ഇരുന്നു മാരമണ്ടൻ കൊരങ്ങൻ. ഹലോ, എവിടെയാ മൊബൈല്? അത് മൊബൈലല്ല, എന്റെ സാറ്റലൈറ്റ് വീഡിയോയുടെ ട്രാൻസ്മിഷൻ ആണ്. അങ്കിളെ, നിങ്ങൾ ഈ കാര്യം നേരത്തെ എന്താ പറയാറുന്നേ? ഇവിടെ റെഗുലറി ഭൂകമ്പം ഉണ്ടാവുന്ന എന്താ പറയാത്തെ? ഓരോ സ്ഥലത്ത് ഓരോ ഗ്രാവിറ്റി ആണ് എന്താ പറയാത്തെ? നമ്മള് വഴിതെറ്റി പോയ ആകെ പ്രശ്നാവില്ലേ? അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ എനിക്ക് നല്ലോണം അറിയാവുന്ന കാര്യമല്ലേ. ഞാനാണല്ലോ ഇവിടുന്ന് ഒരു ഫാമിലി അങ്ങോട്ട് പറഞ്ഞയച്ചേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ വെറുതെ തമാശ പറഞ്ഞ ജോക്ക്. എടാ സൗമ്യ, മര്യാദക്ക് ഇതിന്റെ കളി തമാശ നിർത്തിക്കോട്ടോ. വേഗം വേണം, നമുക്ക് തിരിച്ച് ഭൂമിയിലേക്ക് പോകേണ്ടതാ. അത് നടക്കില്ല. നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്തതല്ലേ? ഗലാറ്റോ പ്ലാനറ്റിൽ 7 ദിവസം താമസിക്കുമെന്ന് പറഞ്ഞു പോയതല്ലേ? ഗോകുൽധാം സൊസൈറ്റി മെമ്പേഴ്സ് നല്ലേ പറഞ്ഞേ. അതൊക്കെ വീണ്ടും താൻ പറയല്ലേ. ഇതൊക്കെ കണ്ടുപിടിക്കാനേ 7 ദിവസമല്ല 70 വർഷം ആവശ്യമുണ്ട്. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞത് ശരിയാ. അതെ, ഗലാറ്റോ പ്ലാനറ്റിലെ 7 ദിവസം എന്ന് വെച്ചാൽ ഭൂമിയിലെ 70 വർഷമാ. ഗലാറ്റോയിലെ ഒരു ദിവസം ഭൂമിയിലെ 10 വർഷം എത്രയും നീളം ഉണ്ടാവും, അത്രയും നീളം ഉണ്ടാവും. എനിക്ക് ഗലാറ്റോയിലെ വെള്ളം നിറഞ്ഞിരിക്കുന്ന തടാകത്തിന്റെ ഫോട്ടോ എടുത്ത് കാണിക്ക്. കൂടുന്ന പൊല്യൂഷൻ എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് കാശ് ഉണ്ടാക്കാനായിട്ട് എല്ലാ കിണറും വിൽക്കാൻ കാശാകും. പിന്നെ ഇവിടെ മൊത്തം ടൂറിസ്റ്റേഴ്സിന്റെ കൂട്ടമായിരിക്കും. സമയങ്ങൾ ഇത് തെറ്റാണ്. സോമേ, ഒരു പ്രാവശ്യം തിരിച്ചങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നിന്നെ ഇടിച്ച് പപ്പടമാക്കും ഞാൻ. അതിനിങ്ങോട്ട് വന്നാ മതി. പൊതുജനങ്ങളുടെ അവരുടെ ഇഷ്ടപ്രകാരമാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ അവർ തിരിച്ചു പോകുന്നത് എന്റെ ഇഷ്ടപ്രകാരമായിരിക്കും. അതെ കൂട്ടുകാരാ, നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് പറയണേക്ക്. സോംബർഗ് വെറുതെ തമാശ പറഞ്ഞതാണ് അല്ലേ? അല്ലടാ മണ്ട, ഈ പ്രാവശ്യം ഞാൻ ജോക്ക് അല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. എന്റെ അടിപൊളിയായ കണ്ടുപിടുത്തം. എന്റെ ജോലി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അമ്മ, അത് സീറ്റ് അല്ല, ചീറ്റാണ്. ഞാനും പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ പ്ലേറ്റ് എല്ലാം പോയി. ഇനി എങ്ങനെ നമ്മള് മേലോട്ട് പോകുന്ന? എന്താ ചെയ്യാ? അമ്മേ, നമുക്ക് ആ പ്രശ്നത്തെ കുറിച്ച് പിന്നെ ആലോചിക്കാം. ആദ്യം ഈ വരുന്ന പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കാം. പാറകളെയും മരങ്ങളെയും കവർ ചെയ്ത് നിൽക്ക്. കൊടുക്കാറ്റിട്ട് വേഗം കൂടി വരികയാണല്ലോ. സോറി ബാബു. ഇതെന്താ? മണലിന് പുറകിൽ വലിയൊരു സിറ്റി തന്നെ മറഞ്ഞിരിപ്പുണ്ട്. ഹലോ സ്പോട്ടി, എന്താ ഇതൊക്കെ? Give me 1 minute. ഏരിയയിൽ ആരുമില്ല. ഗ്രാവിറ്റി നോർമലാണ്. ഇവിടെ സേഫ് ആണ്.
അപ്പൊ ഒരു പക്ഷെ നമുക്ക് ആ സ്ഥലത്ത് ഏതെങ്കിലും ഒരു വഴി കിട്ടിയാലോ? അതുവഴി നമുക്ക് സ്പേസ് ഷിപ്പിലേക്ക് തിരിച്ചു പോവാലോ? ഒരു തവണ നമ്മൾ ആ സ്പേസ് ഷിപ്പിന്റെ അടുത്ത് ചെന്ന് പെട്ടാ പിന്നെ എർത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സോമസാട്ടിനെ നമ്മൾ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ദേ അവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. നമസ്കാരം പൃഥ്വിവാസികളെ, ഞാനാണ് ആലിയ. ഈ പ്ലാനറ്റിലെ ചില അത്യാഗ്രഹികൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ടിവിയും കാറ്റത്ത് പറക്കും. അത് നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? നമസ്കാരം ടിവി ചേച്ചി. അതെ അതെ ദയ. അമ്മേ, അത് ടി വി അല്ല, ഹോളോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നാ പറയുന്നേ. അതെ ആലിയ സഹോദരി, ഞങ്ങൾ ഈ പ്ലാനറ്റിലെ അറിയാണ്ട് വന്ന് പെട്ടുപോയതാ. ഞങ്ങൾക്കിപ്പോ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഞങ്ങൾ പ്ലാനറ്റിലേക്ക് വന്നതിന് ശേഷം എല്ലാം തലകീഴായി സംഭവിക്കുകയാണ്. ഐസ് ബ്രേക്ക്, സാൻഡ് സ്റ്റോം, ഗ്രാവിറ്റിയും വളരെ വ്യത്യസ്തമാണ്. ഈ പ്ലാനറ്റ് എന്താ ഇങ്ങനെ? ഞങ്ങളുടെ ഗാലക്സി ആദ്യം ഇങ്ങനെയായിരുന്നു. പിന്നെ ഇവിടെയുള്ളവർ ഡെവലപ്മെന്റ് എന്ന പേരിൽ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി. കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടായി. പിന്നീടുണ്ടായ മണൽ കൊടുങ്കാറ്റ് മുഴുവൻ ഗ്രഹത്തെയും ഒരു മണ്ണ് കൂമ്പാരമാക്കി മാറ്റി. അതെ അതെ കുട്ടികളെ, ഇവിടെ ഈ കാണുന്ന എല്ലാം ഭൂമിയിലെ പോലെ തന്നെ ഉണ്ട്. ഇത് വളരെ അന്യായമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമിയിലേക്ക് തിരിച്ചു പോകണം. പിന്നെ പോലീസിനോട് സ്വാമ്യങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യണം. സ്പോട്ടി, ഇവിടെ പ്രശ്നമാണ്. അവര് തിരിച്ചെത്തി. സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലേ പിന്നെ നമ്മൾ ജയിലിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ ടൂറിസം പ്ലാനും ഫ്ലോപ്പ് ആയി പോവും. അവരെ വിടരുത്. ഇത്രയും നേരം നീ ഗുഡ് ബോയ് ആയിരിക്കാനാ പ്രോഗ്രാം ചെയ്തത്. ഇനി റൗഡി റോബോ ആകാനുള്ള പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം പൊളിച്ചടുക്ക്. സോം സാർ പറഞ്ഞിരിക്കുകയാണ്, ആർക്കും ഇവിടുന്ന് റിട്ടേൺ പോകാൻ പറ്റില്ല. എന്നെ ഫോളോ ചെയ്യേ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും പിടിച്ചിടും. സ്പോട്ടി, ബ്ലൂ ആയിരുന്നു നിന്റെ കണ്ണെങ്ങനെ റെഡ് ആയത്? കാരണം സ്പോട്ടി ഇപ്പോൾ പേടായി മാറിക്കഴിഞ്ഞു. നിക്കവിടെ, നിങ്ങൾക്കാർക്കും രക്ഷപ്പെടാനായില്ല. Come on, Scotty. കണ്ടോ, നീ ഇന്റലിജന്റ് ആണ്. ഞാൻ പറയുന്നത് കേൾക്ക്. അല്ലല്ല, ഞാൻ ഇന്റലിജന്റ് ഒന്നുമല്ല. ഞാൻ നല്ല മണ്ടൻ കുരങ്ങനാ, അല്ലേ അച്ഛാ? അതെ അതെ, ഇവനൊരു കുരങ്ങനാ. ഇവിടെ ഒരു ഡോറുണ്ടല്ലോ. എല്ലാരും ഓടിക്കോ. നിങ്ങളാർക്കും ഈ സ്പോട്ടിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. അയ്യോ, എല്ലാവരും റൈറ്റിലേക്ക് എടുത്ത് ചാട്. നിക്ക്, സംസാറിന്റെ ഓർഡറാണ്. നിക്ക്. എന്റെ ദൈവമേ, ഞാനിപ്പോ എങ്ങോട്ടേക്കാ പോകുന്നത്? എന്റെ അമ്മേ, അയ്യോ, രക്ഷിക്കണേ. ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാൻ നല്ല രസമുണ്ടല്ലോ ബബിതേ. അതിചേട്ടാ, നിങ്ങൾ എന്റെ മേത്ത് വന്ന് വീണപ്പോ ഞാൻ പഞ്ചറായി പോയി. ബബിതേ,
ആദ്യ ചേട്ടൻ എനിക്കൊരു ലിഫ്റ്റ് തന്നിരിക്കുക. ചേട്ടോ അമ്മേ. ഇതൊന്നും അവസാനിക്കുന്നില്ലല്ലോ. എന്റെ അമ്മേ, എല്ലാരും കൂടി ചേർന്ന് തന്നെ പപ്പടം പോലെ ആക്കല്ലേ. വീണ്ടാതിരിക്കടാ ചേട്ടാ, അങ്ങോട്ട് നോക്ക. മഷ്റൂംസ് എല്ലാം പറക്കുന്നുണ്ടല്ലോ. അമ്മേ, ഇതിനെല്ലാം ഉത്തരം ഒരാൾക്ക് മാത്രമേ അറിയൂ. സ്കോട്ടി, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾക്ക് എങ്ങോട്ടും പോകാനാകില്ല. അമ്മേ റെഡി? ഞാനൊരു റൂമിനകത്ത് ഒരു പ്ലാനറ്റിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഇപ്പൊ നമ്മുടെ പഴയ ബ്ലൂ ഐസ് ഉള്ള സ്കോട്ടി തിരിച്ചെത്തിക്കഴിഞ്ഞു. ഞാൻ സ്കോട്ടിയുടെ ക്യാമറയുമായി കൂരിയെടുത്തു. അതുകൊണ്ട് സ്വാമി സാറിനൊന്നും നോക്കാനും പറ്റില്ല, ഇവനെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല. മിസ്റ്റർ സ്പോട്ടി, ഈ അയ്യർക്ക് ഒരു കാര്യമൊട്ടും അറിയില്ല. നിനക്കറിയാമോ ഈ മഷ്റൂം ഒക്കെ എന്തുകൊണ്ടാ പറക്കുന്നതെന്ന്? വൈകുന്നേരമായി കഴിഞ്ഞു. ഇരുട്ടായത് കാരണം ഈ മഷ്റൂമുകൾ കോളനി വിട്ട് സൂര്യവെളിച്ചത്തിന്റെ ദിശയിലേക്ക് പറന്നു പോവുകയാണ്. ഈ പ്ലാനറ്റിന്റെ മാപ്പ് വെച്ച് നോക്കുമ്പോ ഈ മഷ്റൂമുകൾ നമ്മുടെ സ്പേസ് ക്രാഫ്റ്റിന്റെ ദിശയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അതിനെ കയറി പിടിക്കുകയാണെങ്കിൽ നമുക്കും അവിടെ ചെന്നെത്താം അല്ലേ? നിങ്ങൾ എന്താണ് ഈ പറയണത് സോണി? സോണി പറയുന്നത് ശരിയാണ്, പക്ഷേ പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഈ മഷ്റൂംസ് എല്ലാം തീർന്നു പോകും. വേഗം വാ. താഴെ പിടിക്കേ, വേരിൽ പിടിക്കേ, വേരിൽ പിടിക്കേ. ഐഡിയ ടപ്പുസേന, കം ഓൺ ലെറ്റ്സ് ഗോ. ആനങ്ങളെ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചോ. അതാണ് ലാസ്റ്റ് മഷ്റൂം. അതുകൂടി പറന്നു പോയാ പിന്നെ നമ്മൾ ഇവിടെ കുടുങ്ങി പോകും. നിങ്ങൾ വേഗം വാ. വേഗം വാ, വേഗം വാ. പിടിച്ചു. വേഗം ഇതിൽ പിടിക്ക്. ഞാൻ ആരുടെ മോനാ അമ്മേ? അയ്യോ, എന്റെ ലോകത്തവിടെ മറിഞ്ഞേ. ഭാഗ്യത്തിന് നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. സോം അതിനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്പൂതിരിയേട്ടാ, ഇത്രയും നേരമായിട്ട് സ്വാമിയങ്ങളുടെ വീഡിയോ ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് അയാൾക്ക് സംശയം തോന്നി കാണുമല്ലേ? നമ്മള് ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് അയാൾ എസ്കേപ്പ് ആയാലോ? അയാള് നമ്മളുടെ ഇവിടുത്തെ ഫോട്ടോ കാണിച്ച് എല്ലാവരെയും പറ്റിക്കും. അതെ, ഇവിടേക്ക് പറഞ്ഞ് അയക്കുകയും ചെയ്യും. നോ ഫിയർ, വേണ്ട പൂയിസിയർ. സ്കോട്ടി, നിന്റെ ക്യാമറ ഞാൻ ഊരിയെടുത്തു. പക്ഷെ നിന്റെ മെമ്മറീസിലെ എല്ലാ വീഡിയോയും ഉണ്ടല്ലോ അല്ലേ?
അതെ ഉണ്ട്, കാരണം സ്പോട്ടി വളരെ സ്മാർട്ടിയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോസിനെ മൊബൈൽ സ്ക്രീൻ, സിനിമ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ? സ്വാമിയങ്കൾ നമ്മളെ പ്ലാനറ്റിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. കേട്ടോ കേട്ടോ. ഹായ് സ്പോട്ടി, നീ ഇയാള് വളരെ ബ്രില്യൻ്റ് ആണല്ലോ. താങ്ക് യു. ഈ ജട്ടാലാലും സ്മാർട്ടാട്ടോ. ഈ ജട്ടാലാൽ അത്രയ്ക്ക് സ്മാർട്ട് ഒന്നല്ല. എന്തെങ്കിലും ചെയ്താ വീഡിയോ ഒന്ന് പെട്ടെന്ന് വൈറലാക്ക്. അതിനെനിക്ക് 1 മിനിറ്റ് മതി. നീ ഇത് എന്തായി ചെയ്യുന്നേ? ഡാറ്റ സ്കാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഭൂകമ്പം വന്നോ? ഓടിക്കോ. ഞാനാണ് ഇൻസ്പെക്ടർ ടിഷ്ന്യാവ്. തെറ്റ് ചെയ്തവൻ ആരായാലും ഞാൻ പൊക്കിയിരിക്കും. എങ്ങോട്ടാടാ സോമേ നീ ഓടുന്നത്? നിന്നെ ഞാൻ എടുത്തിട്ട് ഡിഷ്ന്യാവ്. എന്റെ കണക്കുകൂട്ടൽ വെച്ച് നോക്കുമ്പോ നമ്മൾ തിരിച്ചെത്താൻ ഒരു 7 ദിവസം പിടിക്കും. അയ്യരങ്ങളെ, ആ വോം ഹോൾ നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ലേ? വോം ഹോളിന്റെ കാര്യം അറിയില്ല, പക്ഷെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്. അതിന്റെ റഡാറിൽ ഉണ്ട്. അത് നമ്മളെ വേഗത്തിൽ ഭൂമിയിലേക്ക് എത്തിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ആ ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്കല്ല പോകേണ്ടത്, അടുത്തേക്കാണ് പോകേണ്ടത്. കറക്റ്റ് സമയത്ത് അവിടെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ബ്ലാക്ക് ഹോളിന്റെ സ്ട്രോങ് ഗ്രാവിറ്റി നമ്മളെ അകത്തേക്ക് പിടിച്ചു വലിക്കും. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് ടേൺ ചെയ്ത് പോയാൽ ബ്ലാക്ക് ഹോളിന്റെ പവർ നമ്മളെ അത്രയ്ക്ക് പവർഫുൾ ആയിട്ട് തള്ളിവിടും. അങ്ങനെ നമുക്ക് വേഗത്തിൽ ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്കിളെ, 7 ദിവസം എന്ന് പറഞ്ഞാലേ എല്ലാരും 60 വയസ്സുള്ള കിളവന്മാരായി പോവും. എനിക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റില്ല. Left. Right side. സ്പേസ് ടൂറിസത്തിന്റെ പേരിൽ ജനങ്ങളെ സാറ്റലൈറ്റിലേക്ക് അയച്ചതിൽ ഫ്രോഡ് ചെയ്തു എന്ന കാരണത്താൽ സോം സാറ്റലൈറ്റിനെ അറസ്റ്റ് ചെയ്യുകയും അതിന് കാരണമായവരെ അനുമോദിക്കുകയും ചെയ്തു. അതെന്തായാലും കൊള്ളാമായിരുന്നു. ഗോകുൽ ഡാമിൽ നിന്ന് ഗാലക്ടോ വരെയുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് സോം സാറ്റലൈറ്റിന്റെ ഈ സ്പേസ് ടൂറിസം സ്കീം ഗാലക്ടോ പ്ലാനറ്റിന്റെ രഹസ്യം പുറത്താക്കിയിരിക്കുന്നു. നമ്മളുടെ ഭൂമിയും ഗാലക്ടോയെ മാറാതിരിക്കണമെങ്കിൽ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. നമ്മൾ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ പോകുന്നതിന് മുന്നേ നമ്മുടെ വീട്, നമ്മുടെ പ്രകൃതിയുടെ സമ്പത്തിനെ സംരക്ഷിക്കണം. വളരെ അത്യാവശ്യമാണത്. അത് നമ്മുടെ ചുമതലയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, വലിയ വലിയ സന്തോഷങ്ങൾ. അപ്പൊ ഈ സ്പേസ് യാത്ര എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരുന്നില്ലേ? അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.